viewers, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരും കാത്തിരുന്നതായിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ലിറ്റഡ് കുർത്തീസിന്റെ കോട്ടന്റെ തന്നെ മനോഹരമായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ ഒന്നല്ല കാണിക്കുന്നത്, ഈ ഒരു വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തീസിന്റെ ഒക്കെ ക്ലോസ് റിവ്യൂയിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടൽ 4 കുർത്തീസാണ് കാണിക്കുന്നത്. ഇതാണ് ഒരു പാറ്റേൺ, ഇത് നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ, ഇത് നെക്സ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് പാറ്റേൺ. ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം ഈ ഒരു കുർത്തീനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് അത്യാവശ്യം വൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പൈപ്പിംഗ് കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യോക്കിൽ കട്ട് ബീഡ്സും സ്വീക്കൻസും മെറോസും യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്, നമുക്ക് എപ്പോഴും കിട്ടത്തില്ല, നല്ല ചേരുന്നുണ്ട് ഈ ഒരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്നിടത്തും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാച്ച് അത്യാവശ്യം വലുതാണ്, ആ ഒരു രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ വോക്ക് നല്ല തിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്തി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇതെല്ലാം ഞാൻ ഈ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് ബൈയിലും ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ്, വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പേര് നേരത്തെ ലൈനിങ് കുറച്ചുകൂടി ബെറ്റർ ആക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുർത്തീസിൻ്റെ എല്ലാം ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ലൈനിങ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണം, എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു യോക്കിൽ നമുക്ക് എത്രത്തോളം തിക്കാക്കാൻ പറ്റുമോ അത്രയധികം തിക്കാക്കിയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ടസർ സിൽക്കിൻ്റെ പാച്ചാണ് യോക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഈ ടസർ സിൽക്കിൻ്റെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ്. ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ്, വിത്ത് ലൈനിങ് ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്, പക്ഷേ ട്രാൻസ്പെറൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ലൈനിങ്ങും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗുമ്മെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ലീവിൽ ലൈനിങ് കൊടുക്കാത്തത്. ഒത്തിരി കസ്റ്റമേഴ്സ് പറയാറുണ്ട് ഭയങ്കര ഒട്ടും കംഫർട്ടബിൾ അല്ല സ്ലീവിൽ ലൈനിങ്ങും കൂടി വരുമ്പോഴെന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് പോലെ വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതും ബ്ലാക്ക് യോക്കും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. ആ നെക്കിൽ ഇതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു യോക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മാക്സിമം മിറേഴ്സ് ആണെങ്കിലും കട്ട് ബീഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്വീക്കൻസ് ആണെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. ഇതുപോലെയാണ് വരുന്നത്. 47 ലെങ്ത് ആണ് വരുന്നത്. ടോപ്പ് വിത്ത് ലൈനിങ്ങിലും സൈഡ് സ്ലിറ്റും ആണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു യോക്ക് കംപ്ലീറ്റ് ആയിട്ട് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്, കാരണം സീ ത്രൂ അല്ല. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു കുർത്തിയുടെ. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. മാമ്പഴ മഞ്ഞ ഷെയ്ഡിൽ വന്നിട്ട് ബ്ലാക്ക് കളർ യോക്ക് അജ്രക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വോക്കും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മെയിൻലി കട്ട് ബീഡ്സ്, അതോടൊപ്പം തന്നെ മിറേഴ്സും നമ്മുടെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ലീഫി ഡിസൈൻസ് ആണ് ഈ ഒരു കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത്. നെക്കിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇതുപോലെ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിന് എൻ പാർട്ടിലായിട്ട് ഈ ഒരു സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള, നമുക്ക് ഈവൻ പാർട്ടി വെയർ ആയിട്ട് പോലും ബഡ്ജറ്റ് ബൈയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു മാമ്പഴ മഞ്ഞ ഷെയ്ഡാണ്, നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള കുർത്തി കൂടിയാണ് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ളൊരു കളർ കോംബോ എന്ന് പറയുന്നത്. നെക്ക് നല്ലൊരു യു നെക്കിലാണ് ചെയ്തിട്ടുള്ളത്, റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു പാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ടസർ സിൽക്കിൻ്റെ പാച്ചാണ്. ഇതിലും ഡിഫറെൻ്റ് ആയിട്ടാണ് കട്ട് ബീഡ്സും അതോടൊപ്പം തന്നെ മിറേഴ്സും സ്വീക്കൻസും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നിടത്ത് ഇതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്ത് സെപ്പറേറ്റ് ഉണ്ട്. ഇതൊക്കെ ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോന്നും അത്രയും
എത്രത്തോളം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ബെറ്റർ ആക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. സ്ലീവ്സ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കുർത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന യോക്ക് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടുള്ള ഒരു യോക്കാണ്. നമ്മൾ ഇതിന് മുന്നേ ഒരു പാറ്റേണിൽ നമ്മൾ ഈ ഒരു യോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ്, സൈഡ് സ്ലിറ്റ് ആണ്, പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഒരു രക്ഷയില്ല. ഈ ഒരു റേറ്റിന് അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓരോരോ ഈ ഇപ്പോൾ കട്ട് ബീഡ് ആണെങ്കിൽ സ്വീക്കൻസ് ആണെങ്കിൽ എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് അത്രയും ക്വാളിറ്റിയിലുള്ള യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഒരു തവണ നിങ്ങളത് വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീൽ മനസ്സിലാവും. അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മളോട് ഓപ്പണായിട്ട് പറയാൻ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ട്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.